അപ്പോൾ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു മത്തി മാങ്ങ ഇട്ടിട്ട് വെക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മാങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി ഇതെല്ലാം മുറിച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ മത്തി ഇവിടെ എല്ലാം മുളകും ഇതെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് തേങ്ങ അരച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ തേങ്ങ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ജീരകവും മുളകും തേങ്ങയും കൂടി അരച്ച് വെച്ചതാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് വെക്കാം. ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ഗ്യാസ് കത്തിച്ചു ഗൈസ്. ഞാനിനി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ഗൈസ്. മാങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ച് വെക്കാം. അപ്പം അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് അത് വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ മീൻ ഇടുന്നുള്ളൂ. ഇല്ലെങ്കിൽ മത്തി അതിൻ്റെ അകത്തെല്ലാം ഉടഞ്ഞു പോകുന്നതുകൊണ്ട് ആയതിൻ്റെ ശേഷം മാത്രമേ ഇടുന്നുള്ളൂ. മാങ്ങ വെന്തതിൻ്റെ ശേഷം കേട്ടോ ഗൈസ്. കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ, ഒരുപാടൊന്നും വെക്കുന്നില്ല ഗൈസ്, കുറച്ച്. അപ്പോൾ നമുക്ക് മാങ്ങ വന്നിട്ട് നമ്മളെ വീഡിയോ കാണാം. മാങ്ങ ഏതായാലും അവിടെ വെച്ചിട്ടുണ്ട്, അതങ്ങനെ വേവട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് മാങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കാം എങ്ങനെയുണ്ട്, വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് ഗൈസ് ഏകദേശം മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ആ മാങ്ങേൻ്റെ പുളിയെല്ലാം നമുക്ക് നല്ലവണ്ണം അരിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ മാങ്ങയെല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട്. ഇനി ഒരു പരിപാടിയുണ്ട്, നമ്മളെ മത്തി ഇടുന്നതിലടുത്ത് ഒരു ചെറിയൊരു പരിപാടിയുണ്ട് ഗൈസ്. അതെന്താണെന്ന് നമുക്ക് കാണാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറിയിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കുക. ഇനി നമുക്ക് ഈ എല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച മത്തി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ മത്തി വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോഴേക്കും നമ്മളെ അരവ് കലക്കാൻ പാകമായിട്ടുണ്ടാവും. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു. ഇനി ഞാനിതുകൂടി അടച്ചു വെക്കട്ടെ. അപ്പോൾ മത്തി അങ്ങനെ വേവട്ടെ. ആ വെളിച്ചെണ്ണയിലും മാങ്ങയിലും എല്ലാം കിടന്ന് ആ മത്തി ഒന്ന് വെന്ത് കഴിഞ്ഞാലുള്ള ടേസ്റ്റ് വാവ്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. നിങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഓരോ നാട്ടിൽ ഓരോ വിധത്തിലായിരിക്കും മത്സ്യക്കറിയെല്ലാം വെക്കുന്നത്. ഞാനിങ്ങനെയാണ് വെക്കൽ, അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. പല നാട്ടിലും പല വിധത്തിൽ തന്നെയല്ലേ, എല്ലാ കറികൾ വെക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമ്മളിങ്ങനെയാണ് വെക്കൽ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കറിക്ക്. അപ്പം നമുക്ക് മത്തിയെല്ലാം വെന്തതിൻ്റെ ശേഷം നമുക്ക് കാണാം ഗൈസ്. അതല്ലേ നല്ലത്. അപ്പോൾ ഗൈസ് നമുക്ക് മത്തി വെന്തിനോ എന്ന് നോക്കാം. മത്തി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് നോക്കാം നമുക്ക്. കയ്യിലിനെ കൊണ്ട് ഇളക്കാണ്ട് നമുക്ക് ചട്ടി അടക്കൊന്ന് ഇളക്കി വെക്കാം.
ഇതാ മത്തി വെന്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇതാ മത്തിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. മത്തിക്ക് അത്രയല്ലേ വേവുള്ളൂ, മറ്റുള്ള മീനിനെ പോലെ ഒരുപാട് വേവൊന്നുമില്ലല്ലോ. അപ്പം എല്ലാം വെന്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാനിതാ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, തേങ്ങ അരച്ചത് ഞാനിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം, അത്രയും അധികം ഒഴിക്കുന്നില്ല. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഒഴിക്കുക. വെറുതെ അങ്ങനെ വെള്ളം എടുത്ത് പാരാൻ പറ്റില്ല. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. കണ്ട, ഇങ്ങനെ ഒഴിക്കുക. അപ്പം അതിന് വെള്ളത്തിൻ്റെ ഒരിത് തോന്നില്ല, വെള്ളത്തിൻ്റെ ചൊയ പോലെ ഉണ്ടാവില്ല ഗൈസ്. അപ്പം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ ഇത്രയും വെള്ളമാണ് ഉള്ളത്. അതിന് തിളച്ച് വരുമ്പം പാകത്തിനാവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറി തിളച്ച് കഴിഞ്ഞാൽ വാങ്ങി വെക്കാം. കറിക്ക് വറുത്തിടുന്നൊന്നുമില്ല, ഞാൻ ഇങ്ങനെ മാത്രമേ ആക്കുന്നേ ഉള്ളൂ ഗൈസ്. കണ്ടല്ലോ, അടിപൊളി മത്തി മാങ്ങയിട്ട് വെച്ച കറിയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വിചാരിക്കുന്നു. ആ കറി തിളക്കുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ കറി തിളക്കുന്നത്. സൂപ്പറായിട്ട് തിളക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ. തിളച്ച് അപ്പം ഞാൻ ചട്ടി അടക്കം ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി വെക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഗൈസ്. ഗ്യാസ് ഓഫാക്കി. അപ്പം കറി വാങ്ങിയിട്ട് ഇനി വെക്കാം നമുക്ക്. കറി ഇതാ വാങ്ങി വെച്ചിട്ട് തിളക്കുന്നുണ്ട് ഗൈസ്. കണ്ടല്ലോ, കറി വാങ്ങി വെച്ചിട്ട് തിളക്കുന്നത് സൂപ്പറായിട്ട് തിളക്കുന്നുണ്ട്. കണ്ട. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.